ആകെ പേവാണ്, മൊത്തം പ്രശ്നമാണ്. ആകെ പേവാണ്, റയൽ ആകെ പേവാണ്. ഇപ്പോൾ പോവുകയാണെങ്കിൽ ലീഗ് കിരീടം ഏറെക്കുറെ ബായ്സൻ്റെ കയ്യിൽ തന്നെയാണ്. അതിപ്പോൾ ഇനി റയലിനോ അല്ലെങ്കിൽ വേറെ ആർക്കോ കിട്ടുമെന്ന് തോന്നില്ല. ലീഗ് കിരീടമാണ്, ലാലിഗയാണ് അടുത്ത ലക്ഷ്യം എന്നൊക്കെ എഞ്ചലോട്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. ഇതിപ്പോൾ തൊട്ടത് മൊത്തം പേക്കാണ് റയലിന്. ചാമ്പ്യൻസ് ലീഗിലെ തോൽവി, ഇപ്പോൾ ഈ തോൽവി, ഈ രണ്ട് തോൽവി റയലിന് മറക്കാൻ കഴിയാത്ത തോൽവിയാണ്. അതാണ് പ്രശ്നം. ഹോമിലും എവേലും പോയിങ്ങാണ്ട് ആഴ്സണലിനോട്ട് തോറ്റത് അതൊരു വലിയ തിരിച്ചടിയാണ്. ഹോമിൽ തോറ്റതാണ് വലിയ തിരിച്ചടി. അത്രയും വീരവാദങ്ങൾ ഓരോ താരങ്ങളും പറഞ്ഞിട്ടും തോറ്റു സ്വന്തം ഗ്രൗണ്ടിൽ. അത് വലിയ തിരിച്ചടി. ഇപ്പതാ ചിരവൈരികൾക്കെതിരെ വീണ്ടും ഫൈനലിൽ തോറ്റു. മൊത്തം പേവാണ്. എഞ്ചലോട്ടിയുടെ ടീമിനിപ്പോൾ മൊത്തം പേവാണ്. ഏതായാലും റയൽ മാഡ്രിഡാണ് നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റാത്ത ടീമാണ്. റയൽ ബാഴ്സയൊക്കെ ഏത് സമയത്തും 1-2 ഗെയിം ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ജയിച്ചാൽ അവർ തിരിച്ചെത്തും കളത്തിൽ. ബാഴ്സ ചാടി കളിച്ചിട്ടുണ്ട്. ബാഴ്സ താരങ്ങൾ ട്രോഫിയുമായിട്ട് ചാടി കളിക്കുന്ന റയൽ അവിടെ നോക്കി നിൽക്കുന്നത് കണ്ടില്ലേ? ഇതുപോലെ തന്നെ ബാഴ്സയെയും അവർ നോക്കി നിർത്തും. അതിനുള്ള കെൽപ്പ്, അതിനുള്ള ക്വാളിറ്റി ഒക്കെ റയലിനുണ്ട്. മുന്നേയും അവർക്ക് ഒരുപാട് തിരിച്ചു വന്നതാണ്, ഒരുപാട് കാണിച്ചത് ഗ്രൗണ്ടിൽ. നമുക്ക് കാത്തിരിക്കാം ആ ഒരു നിമിഷത്തിന് വേണ്ടി. പിന്നെ ചെറിയൊരു ആശ്വാസം എന്ന് പറയുന്നത് 2-1 ജയിച്ച് കിടക്കുന്ന ടീമാണ് പിന്നെ തോറ്റത്. ഒരു മുൻതൂക്കം കുറച്ച് സമയത്തെങ്കിലും റയലിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആശ്വാസം. തിരിച്ചു വരും, അത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് റയൽ മാഡ്രിഡാണ്, ഹലാ മാഡ്രിഡ.